ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? LP സ്കൂൾ അധ്യാപികയായി ജോലിക്ക് കയറിയ ദിവസം ആദ്യം വിദ്യ എത്തിയത് 4ാം ക്ലാസ്സിലായിരുന്നു. ഗുഡ് മോർണിംഗ് ടീച്ചർ. കുട്ടികളും വളരെ സന്തോഷത്തോടെ തന്നെ അവളെ വരവേറ്റു. ആദ്യ ദിവസമായതിനാൽ തന്നെ പഠന വിഷയത്തിലേക്ക് കടക്കാതെ കുട്ടികളെയൊക്കെ പരിചയപ്പെട്ട് അവരോട് ഒരടുപ്പം ഉണ്ടാക്കാനൊക്കെ പ്ലാൻ ചെയ്താണ് വിദ്യ ക്ലാസ്സിലെത്തിയത്. അതുകൊണ്ട് തന്നെ അവൾ ഓരോരോ കുട്ടികളെയായി പരിചയപ്പെട്ടു. ശേഷം അവരുമൊത്ത് തമാശയൊക്കെ പറഞ്ഞിരുന്നു കുറച്ചു നേരം. അപ്പോൾ അതൊക്കെ പോട്ടെ, ഇനി ടീച്ചർ ഒരു കാര്യം ചോദിക്കാം. നിങ്ങൾ ഓരോരുത്തരായി മറുപടി പറയണം കേട്ടോ. വലുതാകുമ്പോൾ നിങ്ങൾക്ക് ആരാകാനാണ് ആഗ്രഹം? ആ ചോദ്യം കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി. ആദ്യ ബെഞ്ചിൽ നിന്ന് തന്നെ മറുപടി വന്നു തുടങ്ങി. എനിക്ക് ഡോക്ടർ, എനിക്ക് ബസ് ഡ്രൈവർ, എനിക്ക് ടീച്ചർ. അങ്ങനെ കുട്ടികൾ ഓരോരുത്തരും അവരവരുടെ ആഗ്രഹങ്ങൾ പറഞ്ഞു. അങ്ങനെ 3ാം ബെഞ്ചിലേക്ക് എത്തിയപ്പോൾ ആദ്യം വരുന്ന പെൺകുട്ടി പതിയെ എഴുന്നേറ്റു. ആ മീനു, പറയ്, മോൾക്ക് ആരാകാനാണ് ആഗ്രഹം? മുന്നേ പേര് ചോദിച്ച് പരിചയപ്പെട്ടിരുന്നത് ദിവ്യയുടെ ഓർമ്മയിൽ ഉണ്ടായിരുന്നു. എനിക്ക് മീനുവിന് പെട്ടെന്ന് ഒരു മറുപടി പറയുവാൻ കഴിഞ്ഞില്ല. ടീച്ചറെ, അവൾക്ക് അവളുടെ അച്ഛനെ പോലെ കള്ളനാകാനാകും ഇഷ്ടം. കള്ളനല്ലടാ, കള്ളി. ആൺകുട്ടികളുടെ വശത്ത് പിൻ ബെഞ്ചിലിരുന്ന 2 വിദ്യാർത്ഥികൾ ഉച്ചത്തിൽ വിളിച്ചു പറയുമ്പോൾ മറ്റു കുട്ടികളും അത് കേട്ട് പൊട്ടിച്ചിരിച്ചു. എന്നാൽ ദിവ്യ ഒരു നിമിഷം ചെറിയൊരു നടുക്കത്തോടെ അവർക്ക് നേരെ തിരിഞ്ഞു. കള്ളനോ? എന്താ മക്കളെ നിങ്ങൾ പറയുന്നത്? ചുമ്മാ അങ്ങനെ ആരെയും കളിയാക്കരുത് കേട്ടോ. ആ വാക്കുകളിൽ ചെറിയൊരു ശകാരത്തിന്റെ സ്വരം നിഴലിച്ചപ്പോൾ കുട്ടികൾ പെട്ടെന്ന് ശാന്തരായി. അത് കണ്ട് വീണ്ടും മീനുവിന് നേരെ തിരിഞ്ഞു ദിവ്യ. മോൾ അത് കാര്യമാക്കണ്ട കേട്ടോ, അവര് ചുമ്മാ പറഞ്ഞതാ. സ്നേഹത്തോടെ അവളെ ഒന്ന് തലോടി. എന്നാൽ മീനു അപ്പോൾ പുഞ്ചിരിക്കുകയായിരുന്നു. അത് സാരമില്ല ടീച്ചറെ, എൻ്റെ അച്ഛൻ കള്ളനാ, ഇപ്പോൾ ജയിലിലാ. അതാ അവര് അങ്ങനെ പറഞ്ഞേ. എനിക്കത് കേട്ടിട്ട് വിഷമമൊന്നുമില്ല. വളരെ സൗമ്യമായ ആ മറുപടി ദിവ്യയെ വല്ലാതെ നടുക്കി. ജയിലിലോ? അവൾ സംശയത്തോടെ നോക്കി നിൽക്കെ പെട്ടെന്ന് ഉച്ചഭക്ഷണത്തിനായുള്ള മണി മുഴങ്ങി. അതോടെ വിദ്യാർത്ഥികൾ ഒന്നടങ്കം എഴുന്നേറ്റു. ടീച്ചറെ, ബെല്ലടിച്ചു. പക്ഷെ അപ്പോഴും ദിവ്യയുടെ നോട്ടം മീനുവിൽ തന്നെയായിരുന്നു. ഒരു കൂസലുമില്ലാതെ ആ കുട്ടി വളരെ സൗമ്യയായി നിന്നിരുന്നു. പിന്നെ അധിക നേരം ക്ലാസ്സിൽ നിന്നില്ല അവൾ. തിരികെ സ്റ്റാഫ് റൂമിലേക്ക് നടക്കുമ്പോഴും അവളുടെ ഉള്ളിൽ മീനുവിൻ്റെ മുഖമായിരുന്നു. എന്ത് സിമ്പിളായാണ് ആ കുട്ടി തൻ്റെ അച്ഛൻ കള്ളനാണെന്നും ജയിലിലാണെന്നുമൊക്കെ പറഞ്ഞത്. അവളുടെ മനസ്സിലെ ചിന്ത അതായിരുന്നു. ആ ദിവ്യ ടീച്ചറെ, എങ്ങനെ ഉണ്ടായിരുന്നു ആദ്യത്തെ ക്ലാസ്? പിള്ളേരൊക്കെ മണിയടിച്ച് വശത്താക്കിയോ? സ്റ്റാഫ് മുറിയിലെത്തുമ്പോൾ തന്നെ സഹ അധ്യാപകരുടെ ചോദ്യം വന്നു. ആ, കുഴപ്പമില്ലായിരുന്നു, കുട്ടികളൊക്കെ നല്ല കമ്പനിയാണ്. മറുപടി പറഞ്ഞുകൊണ്ട് തൻ്റെ ടേബിളിന് മുന്നിലെ ചെയറിലിരുന്നു ദിവ്യ. ഒരുപാട് അങ്ങോട്ട് തലയിൽ കയറ്റി വെക്കേണ്ട കേട്ടോ ടീച്ചറെ. സർക്കാർ സ്കൂളായോണ്ട് പിള്ളേരൊക്കെ ഒരു കണക്കാണ്. നമ്മുടെ ഇച്ചിരി കടുംപിടുത്തം പിടിച്ചാലേ വരുതിയിൽ നിൽക്കുള്ളൂ. അടുത്തിരുന്ന ഇന്ദു ടീച്ചർ അടക്കം പറയവേ ഒന്ന് പുഞ്ചിരിച്ചു അവൾ. ശേഷം അവർക്ക് നേരെ തിരിഞ്ഞു. ടീച്ചറെ, ആ ക്ലാസ്സിലെ ഒരു മോള്, പേര് മീനു, ടീച്ചറിന് അടുപ്പമുണ്ടോ ആ കുട്ടിയോട്? ആ ചോദ്യം കേൾക്കെ ഇന്ദു ടീച്ചറുടെ മുഖം വിടർന്നു. പിന്നില്ലാതെ, മീനുമോള് ഇവിടുത്തെ ടോപ്പറല്ലേ. മാത്രമല്ല കലോത്സവത്തിനൊക്കെ പോയി ഡാൻസ്, പാട്ട് എല്ലാത്തിനും ട്രോഫിയൊക്കെ വാങ്ങിയ മിടുക്കി കുട്ടിയാണ്. അവരുടെ മറുപടിയിൽ നിന്നും മീനു അവർക്ക് എത്രത്തോളം പ്രിയപ്പെട്ടവളാണെന്ന് മനസ്സിലാക്കി ദിവ്യ. ടീച്ചറെ, ആ കുട്ടിയുടെ അച്ഛൻ ജയിലിലോ മറ്റോ ആണോ? പിള്ളേരെന്തോ കളിയാക്കുന്നത് കേട്ടു. തൻ്റെ സംശയം പതിയെ ചോദിച്ചു അവൾ. എന്നാൽ ഇന്ദുവിൻ്റെ പുഞ്ചിരിച്ച മുഖം പെട്ടെന്ന് വാടി. അതെ ടീച്ചറെ, അതൊരു ട്രാജഡി. ആള് ജയിലിലാണ്. 1 വർഷത്തേക്കോ മറ്റോ ശിക്ഷ കിട്ടി. അടുത്ത ചോദ്യം ചോദിക്കാൻ അല്പം മടി തോന്നി ദിവ്യയ്ക്ക്. അത് ടീച്ചറെ, മോഷണക്കുറ്റത്തിനോ മറ്റോ ആണോ? കള്ളനാണെന്നൊക്കെ പിള്ളേർ പറയുന്നത് കേട്ടു. ഉവ്, അത് സത്യ. ആളിവിടെ അടുത്തുള്ള ഒരു വീട്ടിൽ രാത്രി കക്കാൻ കയറിയതാ. വീട്ടുകാർ ബഹളം വെച്ച് നാട്ടുകാർ കൂടി ഓടിച്ചിട്ട് പിടിച്ച് തല്ലിച്ചതച്ചു പോലീസിലേൽപ്പിച്ചു. ഇച്ചിരി പിടിപാടൊക്കെ ഉള്ള കൂട്ടത്തിലായിരുന്നു. അതുകൊണ്ട് കേസ് വന്നപ്പോൾ കളവ് മാത്രമല്ല, വീട്ടിലെ സ്ത്രീകളെ ഉപദ്രവിക്കാൻ ചെന്നു, അവർക്ക് മുന്നിൽ നഗ്നത കാട്ടി എന്നൊക്കെ ചേർത്താണ് വാദിച്ചത്. അങ്ങനെ ശിക്ഷയും കിട്ടി. ഇപ്പോൾ 6 മാസത്തോളം ആകുന്നു. ആ മറുപടി കേട്ട് അല്പസമയം മൗനമായിരുന്നു ദിവ്യ. അച്ഛൻ കള്ളനാണെന്ന് പറയുമ്പോൾ മീനുവിനൊരു നാണക്കേടും തോന്നിയില്ല. മാത്രമല്ല ചെറിയൊരു അഭിമാനവും അവളുടെ മുഖത്ത് കണ്ടു. ഇതെന്താ
ഈ കുട്ടി ഇങ്ങനെ പെരുമാറിയേ? ആ ഒരു സംശയം മാത്രം ദിവ്യയിൽ ബാക്കിയായിരുന്നു. അപ്പോഴേക്കും പഠനകാര്യവുമായി ബന്ധപ്പെട്ട് ഒരു ടീച്ചറെ കാണാനായി മീനു സ്റ്റാഫ് മുറിയിലേക്കെത്തി. വളരെ സന്തോഷത്തോടെയാണ് ആ കുട്ടി ടീച്ചറെ കണ്ടതും സംസാരിച്ചതും എല്ലാം. ഒക്കെയും കണ്ടുനിന്ന ദിവ്യ അതിശയിച്ചു. പോകാൻ തിരയവേ പതിയെ ദിവ്യയെ കണ്ടിട്ട് അരികിലേക്ക് ചെന്നു മീനു. ടീച്ചറെ, എൻ്റെ ആഗ്രഹം പറഞ്ഞില്ലല്ലോ. എനിക്ക് കഷ്ടപ്പെട്ട് പഠിച്ച് നല്ലൊരു ജോലി നേടി വലുതാകുമ്പോൾ വലിയ കാശുകാരിയാകണം. എന്നിട്ട് നമ്മളെയൊക്കെ പോലുള്ള പാവങ്ങൾക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്യണം. ആഹാ, അത് കൊള്ളാലോ. അടിപൊളി ആഗ്രഹമാണല്ലോ. ഇതെന്തായാലും നടക്കും കേട്ടോ മോളെ. ഇന്ദു ടീച്ചറാണ് മീനുവിന് മറുപടി കൊടുത്തത്. അതോടെ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ആ കുട്ടി ക്ലാസ്സിലേക്ക് പോയി. ടീച്ചറെ, അച്ഛൻ ജയിലിലാണെന്നൊക്കെ പറയാൻ ഈ മോൾക്ക് ഒരു നാണക്കേടും ഇല്ലല്ലോ. അതെന്താ അങ്ങനെ? അടുത്ത സംശയവുമായി വീണ്ടും ഇന്ദുവിന് നേരെ തിരിഞ്ഞു ദിവ്യ. അത് ടീച്ചറെ, ആള് കുട്ടിയാണേലും അവൾക്ക് വ്യക്തമായി അറിയാം അവളുടെ അച്ഛൻ കക്കാൻ തീരുമാനിച്ചത് അത്രത്തോളം ഗതി കെട്ടിട്ടാണെന്ന്. ആ മറുപടി കേട്ട് ഒന്നും മനസ്സിലാകാതെ ദിവ്യ നോക്കിയിരിക്കുമ്പോൾ തുടർന്നു ഇന്ദു. ഈ മീനുവിൻ്റെ അച്ഛന് ഇവിടെ എസ്റ്റേറ്റിൽ റബ്ബർ വെട്ടായിരുന്നു ജോലി. ഇവളുടെ അമ്മയാണേൽ പാവം ഒരു കിഡ്നിക്ക് പ്രശ്നമൊക്കെയായി ആകെ തളർന്ന അവസ്ഥയിലായിരുന്നു. ആഴ്ചയിൽ ഡയാലിസിസ് ചെയ്യാൻ തന്നെ നല്ലൊരു തുക വേണം. അതിനിടയിൽ കിഡ്നി മാറ്റിവെക്കൽ സർജറി ചെയ്യണേൽ 25 ലക്ഷം രൂപ വേണമെന്ന് ഹോസ്പിറ്റലിൽ നിന്നും പറഞ്ഞു. സീസൺ കഴിഞ്ഞപ്പോൾ ഇവളുടെ അച്ഛന് റബ്ബർ വെട്ടും ഇല്ലാണ്ടായി. നാട്ടുകാരൊക്കെ പിരിവെടുത്ത് സഹായിച്ചു കുറച്ച്. പക്ഷെ അതൊക്കെ കൊണ്ട് എവിടെ എത്താൻ? അങ്ങനെ ആകെ ഗതിമുട്ടിയ അവസ്ഥയിൽ മറ്റൊരു വഴിയില്ലാതെ മീനുവിൻ്റെ അമ്മയ്ക്ക് സർജറിക്കായുള്ള കാശുണ്ടാക്കാൻ വേണ്ടി ചെയ്തതാ അയാൾ. താൻ പിടിക്കപ്പെട്ടാലും സാരമില്ല, സർജറി ചെയ്യാനുള്ള കാശ് കിട്ടണം എന്നായിരുന്നു പാവത്തിൻ്റെ ആഗ്രഹം. പക്ഷേ പിടിക്കപ്പെട്ടു, കാശും കിട്ടിയില്ല. അത് പറഞ്ഞു നിർത്തുമ്പോൾ ഇന്ദുവിൻ്റെ ശബ്ദത്തിൽ നോവ് പടർന്നിരുന്നു. ഒക്കെയും കേട്ടിരുന്ന ദിവ്യ വല്ലാത്ത വിഷമത്തിലായി. അവളുടെ അച്ഛനെ അറസ്റ്റ് ചെയ്ത് 2-ാം ദിവസം അമ്മയും മരിച്ചു. പാവം മീനു ഒറ്റയ്ക്കായി. ഇപ്പോൾ അച്ഛമ്മയുടെ ഒപ്പമാണവൾ. ഒരു നോവായി ആ കഥ അവിടെ അവസാനിച്ചു. ഒക്കെയും കേൾക്കെ ദിവ്യയുടെ ഉള്ളിൽ ഒരു നീറ്റൽ മാത്രം അവശേഷിച്ചു. ഇത്രയൊക്കെ വിഷമങ്ങളുള്ളൊരു കുട്ടിയാണോ വളരെ കൂളായി പെരുമാറുന്നേ? മീനു അവൾക്കൊരു അതിശയം തന്നെയായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം അടുത്ത ക്ലാസ്സിൽ കയറിയെങ്കിലും ദിവ്യയുടെ ഉള്ളു നിറയെ ഇന്ദു ടീച്ചർ പറഞ്ഞ കാര്യങ്ങളായിരുന്നു. അന്ന് ക്ലാസ് കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിലേക്ക് പോകാൻ ഇറങ്ങവെയാണ് മീനുവിനെ വീണ്ടും അവൾ കാണുന്നത്. ടീച്ചറുടെ വീട് എവിടെയാ? നിഷ്കളങ്കമായ ആ ചോദ്യം കേട്ട് ഒന്ന് പുഞ്ചിരിച്ചു ദിവ്യ. ഇവിടെ അടുത്ത് ഒരു വാടക വീടാ മോളെ. ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് നേരെ ചെല്ലുമ്പോഴുള്ള ആൽമരം ഇല്ലേ, അതിനടുത്ത് തന്നെ. ആഹാ, ഞാനും ആ വഴിക്കാം. എൻ്റെ വീട് അവിടുന്ന് കുറച്ചുകൂടെ പോകണം. അപ്പോൾ നമുക്ക് ഒരുമിച്ച് പോകാം അല്ലേ? മീനു ഹാപ്പി ആയിരുന്നു. പോവാലോ, മറുപടി പറഞ്ഞുകൊണ്ട് അവളുടെ നെറുകയിൽ ഒന്ന് തലോടി ദിവ്യ. നടന്നു പോകുമ്പോൾ എന്തൊക്കെയോ ചറപറ സംസാരിച്ചു മീനു. ഒക്കെയും കേട്ട് പുഞ്ചിരിയോടെ ഒപ്പം നടന്നു ദിവ്യ. മോളെ, ടീച്ചർ ഒരു കാര്യം ചോദിക്കട്ടെ, വിഷമാകുമോ? മുഖവുര കേട്ട് പുഞ്ചിരിയോടെ തിരിഞ്ഞു മീനു. ഇല്ലല്ലോ, ടീച്ചർ ചോദിക്ക്. അത് മോൾ അച്ഛനെ കാണാൻ പോയില്ലേ പിന്നെ? ആ ചോദ്യം ചിലപ്പോൾ മീനുവിനെ വിഷമിപ്പിച്ചേക്കുമോ എന്നൊന്ന് ഭയന്നിരുന്നു ദിവ്യ. എന്നാൽ അങ്ങനെയൊന്നും ഉണ്ടായില്ല. അച്ഛനെ കഴിഞ്ഞ ആഴ്ച പോയി കണ്ടല്ലോ ഞാനും അച്ഛമ്മയും. 6 മാസങ്ങൾ കൂടി കഴിഞ്ഞാൽ അച്ഛൻ തിരിച്ചു വരും. എന്നിട്ട് ഞങ്ങൾ ഈ നാടൊക്കെ വിട്ട് വേറെ ഏതേലും സ്ഥലത്ത് പോകും. എന്നാ അച്ഛൻ പറഞ്ഞേ. ഇവിടെ എല്ലാവരും അച്ഛനെ ഇനി കള്ളനെന്നല്ലേ വിളിക്കുള്ളൂ. പുഞ്ചിരിയോടെ തന്നെ അവൾ അതിനും മറുപടി പറഞ്ഞു. എല്ലാം എന്ത് സിമ്പിളായിട്ടാണ് ഈ കുട്ടി കാണുന്നത്. മാത്രമല്ല വളരെ പക്വതയാർന്ന പെരുമാറ്റവും. അവളുടെ പെരുമാറ്റത്തിൽ വല്ലാത്ത അതിശയം തോന്നി ദിവ്യയ്ക്ക്. മോൾക്ക് അച്ഛനോട് ദേഷ്യമൊന്നുമില്ലേ? എന്തിനാ ദേഷ്യം? അച്ഛൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാ അത് ചെയ്തേ. വേദന വന്നിട്ട് അമ്മ അത്രയ്ക്ക് കരച്ചിലായിരുന്നു. അന്നൊക്കെ എനിക്കും വലിയ വിഷമമായിരുന്നു. അച്ഛൻ്റെ കയ്യിൽ കാശില്ലായിരുന്നു അമ്മയെ ചികിത്സിക്കാൻ. അതുകൊണ്ടാ. ആ ഒരു നിമിഷം മാത്രം മീനുവിൻ്റെ വാക്കുകളിലെ ആ പ്രസരിപ്പ് മാഞ്ഞു. ഉള്ളിൽ എവിടെയോ ഉള്ള സങ്കടം ചെറുതായൊന്ന് അണപൊട്ടി. അത് തിരിച്ചറിയവേ പെട്ടെന്ന് വിഷയം മാറ്റി ദിവ്യ. മോള് അടുത്താണെങ്കിൽ അപ്പോൾ ഇനി എന്നും എനിക്ക് സ്കൂളിൽ പോകാനും വരാനും കൂട്ടായല്ലോ. ആ, ഇനി എന്നും നമുക്ക് ഒന്നിച്ചു വരാൻ കേട്ടോ. ക്ഷണനേരം കൊണ്ട് അവളിൽ വീണ്ടും ആ പ്രസരിപ്പ് തിരിച്ചെത്തി. പിന്നെയും കുറച്ചു ദൂരം കൂടി കളിയും ചിരിയുമായി അവർ മുന്നിലേക്ക് നടന്നു. ഒടുവിൽ മീനുവിനോട് യാത്ര പറഞ്ഞ്
വീട്ടിലേക്ക് കയറുമ്പോൾ ഉള്ളിൽ ആ കുട്ടിയോട് വല്ലാത്ത കൗതുകമായിരുന്നു ദിവ്യയ്ക്ക്. പ്രായത്തിന് അതീതമായ പക്വതയുള്ള ഒരു പാവം കുട്ടി. ഒരുമിച്ചുള്ളിടത്തോളം കാലം അവളെ ചേർത്ത് നിർത്തണമെന്ന് മനസ്സിൽ ഉറച്ചുകൊണ്ടാണ് ദിവ്യ ഗേറ്റ് കടന്ന് വീടിനുള്ളിലേക്ക് കയറിയത്. ആ സമയം ഏറെ സന്തോഷവതിയായി തന്നെ മീനുവും നടന്നകന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.